Impact of British rule. Farmers were immediate victims of British rule. British rule in the immediate victims of farmers. Farmers were immediate victims. British Bharanathinte immediate victims. British Bharanathinte ദുരിതം ആദ്യം അനുഭവിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചത് കർഷകരായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചത് കർഷകരായിരുന്നു. ഓക്കെ. Land revenue system destroyed the backbone of the farmers. Land revenue system destroyed the backbone of the farmers. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന ലാൻഡ് റവന്യൂ സിസ്റ്റം. The land revenue system implemented by the British destroyed the backbone of farmers. കർഷകരുടെ നട്ടെല്ലൊടിച്ചു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങൾ, ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി നയങ്ങൾ കർഷകരുടെ നട്ടെല്ലൊടിച്ചു. സ്ക്രീൻ ക്ലിയർ അല്ലേ? Display capture. Screen. Okay. The land revenue system implemented by the British destroyed the backbone of farmers. അവരുടെ ലാൻഡ് റവന്യൂ സിസ്റ്റം കർഷകരുടെ നട്ടെല്ലൊടിച്ചു. Their aim was to maximize their income. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അവരുടെ ഇൻകം മാക്സിമൈസ് ചെയ്യലായിരുന്നു. Their aim was to maximize their income. അവരുടെ ഇൻകം മാക്സിമൈസ് ചെയ്യലായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ പരമാവധി വരുമാനം ഉണ്ടാക്കുക, ചൂഷണം ചെയ്തിട്ട് പരമാവധി വരുമാനം ഉണ്ടാക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. പരമാവധി വരുമാനം ഉണ്ടാക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസി ആയിരുന്നു. ലാൻഡ് റവന്യൂ സിസ്റ്റത്തിൽപ്പെട്ട ഒന്നാമത്തെയാണ്. ഓക്കെ, നവ്യ ജോഷി, ജ്യോതിസ്, ഓക്കെ, അമൻജിയോ, ഓക്കെ. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, കൃഷ്ണപ്രിയ, ഓക്കെ. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ബ്രിട്ടീഷുകാരുടെ ഒന്നാമത്തെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയത്തിൽ ഒന്നാമത്തെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ് അത് നടപ്പിലാക്കിയത്. പെർമനന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം. അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയുന്നത് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അതിൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, ബംഗാൾ, ബീഹാർ, ഒറീസ. ബംഗാൾ, ബീഹാർ, ഒറീസ. ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. ടാക്സ് വാസ് കളക്റ്റഡ് ബൈ ജമീന്ദാർസ്. ടാക്സ് കളക്ട് ചെയ്തിരുന്നത് ജമീന്ദാർമാരായിരുന്നു. ജമീന്ദാർ.
Zamindars were owners. Zamindar was the owner of the land. ഓണർ ജമീന്ദാർ ആയിരുന്നു. ജമീന്ദാർ ആയിരുന്നു. ലാൻഡിന്റെ ഓണർ ജമീന്ദാർ ആയിരുന്നു. ഫാമേഴ്സ് ബിക്കെയിം ടെനൻസ്. ഫാമേഴ്സ് കുടിയാന്മാരായി തീർന്നു. കർഷകർ കുടിയാന്മാർ, വാടകക്കാരായി തീർന്നു. ടെനന്റ് വെച്ചാൽ കുടിയാന്മാർ, വാടക കൊടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുന്നവരായി തീർന്നു. ഫാമേഴ്സ് ബിക്കെയിം ടെനൻസ്. കർഷകർ കുടിയാന്മാരായി തീർന്നു. സെമീന്ദാർമാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥർ സെമീന്ദാറായിരുന്നു. കർഷകർ കുടിയാന്മാരായി മാറി. കർഷകർ കുടിയാന്മാരായി മാറി. കർഷകർ കുടിയാന്മാരായി മാറി. Poor yield. Tax had to be paid even at poor yield. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. വിളവ് മോശമായാൽ പോലും നികുതി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. അതുപോലെ 60% വരെ നികുതിയായി നൽകണമായിരുന്നു. 60%. Farmers were to pay 60% of the yield as tax. 60% നികുതി നൽകണം. നമ്മളിന്ന് നികുതി നൽകുന്നത് ചെറിയ ശതമാനമാണ്. പക്ഷെ അവര് പൂർ yield ആയാലും നികുതി നൽകണം. 60% വരെ അവർ നികുതി നൽകണമായിരുന്നു. 60% വരെ, 60% ഓഫ് yield വരെ അവർ നികുതി നൽകണമായിരുന്നു. അത് ക്യാഷ് ആയിട്ട് കൊടുക്കണം. ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ആസ് ക്യാഷ് ബിഫോർ കട്ട് ഓഫ് ഡേറ്റ്. അതിനൊരു ഡേറ്റും ഉണ്ട്. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് കൊടുക്കും വേണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, ഫൈനൊക്കെ വരും. അപ്പോൾ ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഇൻ ക്യാഷ്. നികുതി പണമായിട്ട് നൽകണമായിരുന്നു. നികുതി പണമായിട്ട് നൽകണം. അതുപോലെ തന്നെ നിശ്ചിത തീയതി ഉണ്ട്, കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. ഓക്കെ, കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. നിശ്ചിത തീയതിക്ക് മുമ്പ് തന്നെ നികുതി നൽകണം. അത് പണമായിട്ട് നൽകണം. ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ആസ് ക്യാഷ്. ക്യാഷ് ആയിട്ട് കൊടുക്കണം. ഇനി ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് ലോർഡ് കോൺവാലിസ്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് വാസ് ഇംപ്ലിമെന്റഡ് ബൈ ലോർഡ് കോൺവാലിസ്. ലോർഡ് കോൺവാലിസ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. ഇറ്റ് വാസ് ഇംപ്ലിമെന്റഡ് ബൈ ലോർഡ് കോൺവാലിസ്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള ലോർഡ് കോൺവാലിസ് ഇംപ്ലിമെന്റഡ് ദിസ് സിസ്റ്റം, ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് സിസ്റ്റം. ഓക്കെ, ശരിയാ. ലോർഡ് കോൺവാലിസ് ആണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത് റയട്ട് വാരി സിസ്റ്റം. റയട്ട് വാരി സിസ്റ്റം. റയട്ട് വാരി സിസ്റ്റം സൗത്ത് ഇന്ത്യയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ഇൻ സൗത്ത് ഇന്ത്യ. റയറ്റ്സ് മീൻസ് ഫാമേഴ്സ്. റയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സ്, കർഷകരെയാണ് റയറ്റ് എന്ന് വിളിക്കുക. ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയത്. കർഷകരെയാണ് റയറ്റ്സ് എന്ന് വിളിച്ചിരുന്നത്. ടാക്സ് വാസ് പെയ്ഡ്. ടാക്സ് വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. കർഷകരിൽ നേരിട്ടാണ്. മറ്റേ ജമീന്ദാർ ഉണ്ടായിരുന്നു, ഇതിൽ ജമീന്ദാറൊന്നുമില്ല. നേരിട്ടാണ് കളക്ട് ചെയ്തിരുന്നത്, നികുതി പിരിച്ചിരുന്നത്. നികുതി കർഷകരിൽ നിന്ന് നേരിട്ട് പിരിച്ചു. ടാക്സ് വാസ് കളക്റ്റഡ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്. ഓക്കെ അൻഷാദ്. എക്സസീവ് ടാക്സ്. അവര് അമിത നികുതി ഈടാക്കിയിരുന്നു. എക്സസീവ് ടാക്സ് വാസ് ഇമ്പോസ്ഡ്. കർഷകരുടെ മേൽ അമിതമായ നികുതി ചുമത്തിയിരുന്നു. ടാക്സ് റേറ്റ്സ് were frequently increased. നികുതി നിരക്കുകൾ ഇടയ്ക്കിടെ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഇതായിരുന്നു റയട്ട് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാ റയട്ട് വാരി സിസ്റ്റത്തിന്റെ പ്രത്യേകത? സൗത്ത് ഇന്ത്യയിലാണ് ഇത് ഉണ്ടായിരുന്നത്. റയട്ട് വാരി ദക്ഷിണേന്ത്യയിലാണ് നടപ്പിലാക്കിയത്. റയട്ട് വാരി വ്യവസ്ഥ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി ഈടാക്കിയിരുന്നു. ഇത് കർഷകരെ ദരിദ്രരാക്കി. നികുതി ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. റയട്ട് വാരി സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ.
Tax was collected directly from farmers. Farmers were the owners of the land. Excessive tax impoverished them. പക്ഷേ എക്സസീവ് ടാക്സ് ഉള്ള കാരണം അവർ ദരിദ്രരായി. ടാക്സ് റേറ്റ്സ് വെർ ഫ്രീക്വൻ്റ്ലി ഇൻക്രീസ്ഡ്. ടാക്സ് റേറ്റ്സ് ഇടയ്ക്കിടെ ഇൻക്രീസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അടുത്തത് മഹൽവാരി സിസ്റ്റം, മഹൽവാരി സമ്പ്രദായം. മഹൽ മീൻസ് വില്ലേജ്. മഹൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്ന അർത്ഥം. ടാക്സ് വാസ് കളക്റ്റഡ് ബൈ വില്ലേജ് ഹെഡ്മാൻ. ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. എക്സസീവ് ടാക്സ് റേറ്റ് വാസ് ഇമ്പോസ്ഡ്. ഇതിലും ടാക്സ് റേറ്റ് എക്സസീവ് ആയിരുന്നു. ദ ഹോൾ വില്ലേജ് വാസ് കൺസിഡേർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ടു കളക്ട് ടാക്സ്. ഒരു ഗ്രാമം മൊത്തത്തിൽ ഒരൊറ്റ യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഇതാണ് മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ മഹൽവാരി വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമത്തലവനായിരുന്നു നികുതി പിരിച്ചിരുന്നത്. നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമം എന്ന് വെച്ചാൽ മഹലാണ്, അതിന് ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചിരുന്നത്. മഹൽവാരി സിസ്റ്റം. ദ വില്ലേജ് ഹെഡ്മാൻ collected the tax. The village headman collected the tax. The tax rate was excessive. The entire village was considered as a single unit for tax collection. Impoverished എന്ന് പറഞ്ഞാൽ ദരിദ്രരാക്കി എന്നർത്ഥം ട്ടാ. Impoverished എന്ന് വെച്ചാൽ പുവറാക്കി, ദരിദ്രരാക്കി. Impoverished പാപ്പരാക്കി എന്നർത്ഥം. Impoverished പാപ്പരാക്കി, ദരിദ്രരാക്കി. ഓക്കെ സ്മിത്ത്. അടുത്തത്, ഹൗ ഡിഡ് ലാൻഡ് റവന്യൂ സിസ്റ്റം അഫക്റ്റ് ദ ഫാമേഴ്സ്? എങ്ങനെയാണ് ഭൂനികുതി നയങ്ങൾ കർഷകരെ സ്വാധീനിച്ചത്? ലാൻഡ് റവന്യൂ സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് അഫക്റ്റഡ് അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ ബിൻ. When they couldn't pay the heavy tax before cut-off, they took loan for high rate of interest. അവർ കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ്, നിശ്ചിത തീയതിക്ക് മുമ്പ് അവർക്ക് നികുതി അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ ലോൺ എടുക്കുമായിരുന്നു. ഉയർന്ന പലിശ നിരക്കിൽ ലോൺ എടുക്കുമായിരുന്നു. മോർട്ട്ഗേജിങ് ദെയർ ലാൻഡ്, അവരുടെ ഭൂമി പണയം വെച്ചിട്ട്. മണി ലെൻഡേഴ്സ് സീസ്ഡ് ദെയർ ലാൻഡ്സ്, കൊള്ളപ്പലിശക്കാര്. ഓക്കെ കാർത്തിക, ടീന. ഓക്കെ, കൊള്ളപ്പലിശക്കാര് അവരുടെ ഭൂമി പിടിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡ് റവന്യൂ സിസ്റ്റം കർഷകരെ ബാധിച്ചിരുന്നത്. ലാൻഡ് റവന്യൂ സിസ്റ്റം കർഷകരെ എങ്ങനെ ബാധിച്ചു? ദ ലാൻഡ് റവന്യൂ പോളിസീസ്, ഭൂനികുതി നയങ്ങൾ കർഷകരെ എങ്ങനെ ബാധിച്ചു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതമുണ്ടാക്കി. നിശ്ചിത തീയതിയിൽ ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ അടയ്ക്കാൻ കഴിയാതെ വരുന്ന കർഷകർ കൊള്ളപ്പലിശക്കാരിൽ നിന്നും കടം വാങ്ങി. കൃഷിയിടം പണയപ്പെടുത്തിയിട്ടാണ് കടം വാങ്ങിയത്. കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ കൊള്ളപ്പലിശക്കാർ ഭൂമി കൈയടക്കി. അങ്ങനെ അവരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. ഓക്കെ 7 വരെ എടുക്കാം. 7 എന്ന് വെച്ചാൽ പലരും ലേറ്റ് ആയിട്ട് വന്നത്. ഓക്കെ, അതിന് മുമ്പ് ഞാൻ അവസാനിപ്പിക്കാൻ നോക്കട്ടെ. അത് ശരി, ആകെ എക്സാം ആണല്ലോ. അപ്പൊ 7 പോയിക്കോട്ടാ ആഷ്ലിൻ. 7 തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത്, the land revenue system, the land revenue policies implemented by the British affected agricultural sector. അത് അഗ്രികൾച്ചറൽ സെക്ടറിനെ എഫക്റ്റ് ചെയ്തു. when they were unable to pay tax before cut off date, deadline cut off dateന് മുമ്പ് ഓക്കെ യു ആർ വെൽക്കം ആഷ്ലിൻ. കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് ടാക്സ് പേ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ they took loan from money lenders at high rate of interest. ഉയർന്ന പലിശയ്ക്ക് കൊള്ളപ്പലിശക്കാരിൽ നിന്നും കടമെടുത്തിരുന്നു. മോർട്ട്ഗേജിങ് അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിഭൂമി പണയപ്പെടുത്തിയിട്ട്.
When they could not pay back, the land was seized by the money lenders. അപ്പോൾ കൊള്ളപ്പലിശക്കാർ അവരുടെ ഭൂമി പിടിച്ചെടുത്തിരുന്നു തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ. ഇങ്ങനെയാണ് അവരുടെ കൃഷിഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. ഈ ലാൻഡ് റവന്യൂ പോളിസീസിൽ കൃഷിഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു കർഷകർക്ക്. The farmers lost their agricultural lands. Okay, ഇനി commercialization of agriculture. കൃഷിയുടെ വാണിജ്യവൽക്കരണം അതെങ്ങനെയായിരുന്നു? കൃഷിയുടെ വാണിജ്യവൽക്കരണം എങ്ങനെയായിരുന്നു? Commercialization of agricultural sector. കൃഷിയുടെ വാണിജ്യവൽക്കരണം എങ്ങനെയായിരുന്നു? Farmers cultivated to meet family needs and village needs. Farmers കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാനായിരുന്നു, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയായിരുന്നു. Farmers cultivated to meet their family needs. Okay, Harisudan. Farmers cultivated to meet their family needs. കർഷകരെ കൃഷി ചെയ്തിരുന്നത് ഗ്രാമത്തിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. പരമ്പരാഗതമായിട്ട് ട്രഡീഷണലി അങ്ങനെയായിരുന്നു. Traditionally, they cultivated to meet the needs of their family, and traditionally, the farmers cultivated to meet the needs of their family and village. Okay? But the British industrialists compelled to cultivate for market needs. The British compelled them to cultivate for market needs. എന്നാൽ ബ്രിട്ടീഷുകാരെ കമ്പോള ആവശ്യത്തിന് മാർക്കറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യാൻ അവരെ നിർബന്ധിച്ചു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. അവരെ നിർബന്ധിച്ചു വിപണിക്ക് വേണ്ടി കൃഷി ചെയ്യാനായിട്ട്. They were compelled to cultivate according to market needs. മാർക്കറ്റ് നീഡ്സിന് വേണ്ടി കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കമ്പൽ ചെയ്തു. കൊമേഴ്സ്യൽ ക്രോപ്സ് അപ്പം എന്ത് ചെയ്തു? ഫുഡ് ഗ്രെയിൻസിന് പകരം എന്ത് വന്നു? കൊമേഴ്സ്യൽ ക്രോപ്സ് വന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ. Commercial crops were largely cultivated instead of food crops. Food crops ന് പകരമായിട്ട് commercial crops largely cultivate ചെയ്തു. Commercial crops were cultivated instead of food crops. Food crops ന് പകരമായിട്ട് commercial crops cultivate ചെയ്തു. Food crops ന് പകരമായിട്ട് commercial crops cultivate ചെയ്തു. Cultivating field of Europe. Indian agricultural lands became cultivating field of Europe. ഇന്ത്യയുടെ കൃഷിഭൂമികൾ യൂറോപ്പിൻ്റെ കൃഷിയിടങ്ങളായി മാറി. ഇതിനെയാണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാൻ തുടങ്ങി. അക്കാലത്ത് അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. Thus Indian lands became the cultivating field of Europe. യൂറോപ്പിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് അതിലത്തെ മെയിൻ പോയിന്റ്സ്. എങ്ങനെയാണ് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഉണ്ടായതെന്നാണ് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ആണ് ഈ പറഞ്ഞത്. അടുത്തത് ഇൻഡിഗോ റിവോൾട്ട്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് റിവോൾട്ട് തുടങ്ങുകയാണ്. ഈ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെ ഫാമേഴ്സ് റെബല്ലിയൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിലൊന്നാമത്തെയാണ് ഇൻഡിഗോ റിവോൾട്ട്. With the industrial revolution in England in 18th century, the demand for indigo increased. എപ്പോഴാണ് ഇൻക്രീസ് ആയത്? With the industrial revolution.
In England in 18th century, demand for indigo increased. Indigo എന്ന് വെച്ചാൽ നീലം, ഡ്രസ്സിലൊക്കെ ചായം മുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അന്ന് ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു സംഭവമാണ്, കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് നീലം, അതാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഓക്കെ ഹന 7 മണിക്ക് മാത്സ് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേനും തീർക്കാൻ നോക്കാം. ഓക്കെ, വിത്ത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുണികൾക്ക് നിറം നൽകാനാണ് നീല ഉപയോഗിച്ചിരുന്നത്. 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കി. അതോടെ നീലത്തിൻ്റെ ആവശ്യം വർദ്ധിച്ചു. വിത്ത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ in 18th century in England, textile industry developed എന്ന് എഴുതിയാൽ മതി കേട്ടോ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡെവലപ്ഡ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഇൻക്രീസ്ഡ്. വിത്ത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ 18th century in England, textile industry developed and the demand for indigo increased. അതാണ് ഫസ്റ്റ് പോയിന്റ്. 18ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിലെ തുണി വ്യവസായം വികസിച്ചു, നീലത്തിന് ആവശ്യം വർദ്ധിച്ചു. ഡിമാൻഡ് ഫോർ ഇൻഡിഗോ ഇൻക്രീസ്ഡ്. A good amount the British industrialist gave a good amount in advance to the farmers for the cultivation of indigo. അപ്പോൾ നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യൻ കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി. ബ്രിട്ടീഷ് വ്യവസായികൾ കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. The British industrialists gave farmers a good amount in advance, as advance for the cultivation of indigo. ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു നല്ല എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് നൽകി, വൻ തുക മുൻകൂറായി നൽകി നീലം കൃഷി ചെയ്യിപ്പിച്ചു. They accepted this to pay heavy tax. വൻതോതിലുള്ള ഉയർന്ന നികുതി അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉയർന്ന നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരത് സ്വീകരിച്ചു. ഉയർന്ന നികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ പ്രലോഭത്തിന് കീഴടങ്ങിയിട്ട് വൻതോതിൽ കൃഷി ചെയ്തു. അവരത് സ്വീകരിച്ചു. The farmers succumbed to the temptation. അല്ലെങ്കിൽ they accepted this എന്ന് മതി. They accepted this. Okay, Amana. They accepted this to pay the heavy tax. Heavy tax നൽകാൻ വേണ്ടി അവരത് സ്വീകരിച്ചു. The land for food crop were reserved for indigo cultivation. ഫുഡ് ക്രോപ്പിനുള്ള ലാൻഡ്സ് ഒക്കെ, ഭക്ഷ്യ വിളകൾക്കുള്ള ഭൂമിയൊക്കെ ഇൻഡിഗോ നീലത്തിന് വേണ്ടി ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. So the land used for the cultivation of food grains was to be reserved for indigo cultivation. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യേണ്ട സ്ഥലത്ത് നീലം കൃഷി ചെയ്യേണ്ടി വന്നു. British agents interfered. During the harvest, British agents interfered and gave low price to the farmers. വിളവെടുപ്പ് സമയത്ത് ബ്രിട്ടീഷ് ഏജന്റുമാർ വന്നിട്ട് അവർക്ക് കുറഞ്ഞ വില നൽകി, ഇടപെട്ടിട്ട്. വിളവെടുപ്പ് കാലത്ത് ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. Due to the interference of the British agents
In the harvest season, the farmers received only lower price. അവർക്ക് കുറഞ്ഞ വില കിട്ടിയിരുന്നുള്ളൂ. അവിടെയും ബ്രിട്ടീഷ് ഏജൻസ് വന്നിട്ട് ഇന്റർഫിയർ ചെയ്തു, അവരുടെ ഇടപെടൽ കാരണം. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ്, പിന്നെ കൃത്രിമമായ കളർ കണ്ടുപിടിക്കാൻ തുടങ്ങി. കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലുകളോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതായി. കൃത്രിമ ചായം കണ്ടെത്തി. ആർട്ടിഫിഷ്യൽ കളേഴ്സ് were invented. Indigo became obsolete. Demand for indigo decreased. അപ്പോൾ നീലം ആവശ്യമില്ലാതായി, ഇൻഡിഗോ ആവശ്യമില്ലാതായി. ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. In 1859 ഇൻഡിഗോ ഫാമേഴ്സ് ഓർഗനൈസ്ഡ്. 1859 ഇൻഡിഗോ ഫാമേഴ്സ്, നീലം കർഷകരെ സംഘടിച്ചു. ആൻഡ് ഡിക്ലെയർഡ്, അവർ പ്രഖ്യാപിച്ചു that they are giving up, അവർ ഉപേക്ഷിക്കാന്ന് പറഞ്ഞു ദ ഇൻഡിഗോ കൾട്ടിവേഷൻ. അവർ 1859 അവർ സംഘടിച്ചിട്ട് അവർ പ്രഖ്യാപിച്ചു അവർ നീലം കൃഷി സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു, ഉപേക്ഷിക്കാന്ന് പറഞ്ഞു. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. In 1859, the farmers of Bengal organized and declared that they are giving up, they are stopping indigo cultivation. They are stopping indigo cultivation. They are giving up indigo cultivation. Give up നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉപേക്ഷിക്കുക. In 1859, the farmers of Bengal organized and declared that they are stopping indigo cultivation. അവർ സംഘടിച്ചിട്ട് പറഞ്ഞു അവർ നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. They attacked the indigo factories with bows, arrows, spears and swords. അവര് അമ്പും വില്ലും വാളും കുന്തൊക്കെ ആയിട്ട്, അന്ന് ഇന്ത്യക്കാരെ ആയുധം അതാണല്ലോ, അതൊക്കെ ആയിട്ട് അവര് അമ്പും വില്ലും വാളും കുന്തവുമായിട്ട് അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. They attacked indigo factories with bows, arrows, swords and spears. Women also participated. സ്ത്രീകളും പങ്കെടുത്തു. Educated people came from Calcutta and joined and supported them. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കൽക്കട്ടയിൽ നിന്ന് വന്നു, അവരെ സപ്പോർട്ട് ചെയ്തു, അവരോടൊപ്പം ചേർന്നു. The British government appointed a commission. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. To study about indigo cultivation. ഈ നീലം കൃഷിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കമ്മീഷനെ നിയമിച്ചു. They found the indigo cultivation uneconomic and proposed to stop. അവർ കണ്ടെത്തി നീലം കൃഷി ലാഭകരമല്ല, അത് നിർത്തണം, ആ കൃഷി ഉപേക്ഷിക്കണമെന്ന് അവർ പഠനത്തിൽ അവരത് കണ്ടെത്തി. അപ്പോൾ നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കെടുത്തു. നിരവധി വിദ്യാസമ്പന്നർ കൽക്കത്തയിൽ നിന്ന് അവിടെ എത്തിയിട്ട് കർഷകർക്ക് പിന്തുണ നൽകി. ബ്രിട്ടീഷ് ഭരണാധികാരികൾ കമ്മീഷനെ നിയോഗിച്ചു പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. Several women also participated. Educated people from Calcutta reached and supported them. The government immediately appointed a commission to study about indigo farmers, to study the problems of indigo farmers. The commission found the indigo farming uneconomic, ലാഭമില്ലാന്ന് കണ്ടെത്തി, and proposed to stop it. അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രപ്പോസ് ചെയ്തു. ഇതാണ് ഇൻഡിഗോ റിവോൾട്ട്, നീലം കർഷകരുടെ കലാപം, ഇൻഡിഗോ റിവോൾട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, PDF ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തരും, അത് പഠിക്കാം, ഈസി ആയിട്ട് പഠിക്കാം. അടുത്തത് മലബാർ മാപ്പിള റിബല്യൻസ്, മലബാറിലെ മാപ്പിള കലാപങ്ങൾ. മലബാർ മാപ്പിള റെബല്യൻസ്, മലബാറിലെ മാപ്പിള കലാപങ്ങൾ.
കേരളത്തിലെ കർഷക കലാപങ്ങളിലാണ് അത് വരുന്നത്. അതിൻ്റെ പോയിന്റ്സ് നോക്കാം. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലാൻഡ് ലോഡ്സ് ആൻഡ് ദ ബ്രിട്ടീഷ്. Exploitation and suppression of landlords and the British were the reason for the rebellions in Malabar. It was the exploitation and suppression of the landlords and the British that led people in Malabar into rebellions. മലബാറിലെ ആളുകളെ വിപ്ലവത്തിലേക്ക് നയിച്ചത് ഭൂപ്രഭുക്കന്മാരുടെയും ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. എക്സ്പ്ലോയിറ്റേഷൻ. Exploitation and suppression of landlords and the British led to the revolt in Malabar. Janmis were the owners of the land. ജന്മിമാരായിരുന്നു ഭൂവിന്റെ ഉടമസ്ഥര്. The revolt was against their atrocities. അവരുടെ ക്രൂരതകൾക്കെതിരെയായിരുന്നു കലാപം നടന്നത്. The British officers supported them. ബ്രിട്ടീഷുകാരും അവരെ സപ്പോർട്ട് ചെയ്തു. Most of the tenants were Maplas. കർഷകരിൽ അധികവും most of the farmers were Maplas. കർഷകരിൽ അധികവും മാപ്പിളമാരായിരുന്നു, മുസ്ലിങ്ങളായിരുന്നു. സോ ദിസ് ഇസ് നോൺ ആസ് മാപ്പിള റിവോൾട്ട്. അതുകൊണ്ടാണ് ഇതിനെ മാപ്പിള റെബല്യൻസ് എന്നറിയപ്പെട്ടത്. There were 22 revolts in Malabar. Around 22 revolts. മലബാറിൽ ഏകദേശം 22 കലാപങ്ങൾ നടന്നു. The British set up police battalion. The British set up police battalion. ബ്രിട്ടീഷുകാര് പോലീസ് ബറ്റാലിയനെ സെറ്റപ്പ് ആക്കി. ടു സപ്രസ് ദിസ്. ഇതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മലബാർ സ്പെഷ്യൽ പോലീസ്. The British raised മലബാർ സ്പെഷ്യൽ പോലീസ് ടു സപ്രസ് ദം. അവരെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാര്, ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാര് മലബാർ സ്പെഷ്യൽ പോലീസ് MSP പ്രത്യേക പോലീസ് സേനയെ രൂപീകരിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസ് MSP. A commission was appointed to study about the revolts. ഈ കലാപങ്ങളെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷൻ നിയോഗിച്ചു. വില്യം ലോഗൻ കമ്മീഷൻ. The British appointed William Logan Commission to study about the revolts. The commission pointed out that the cause of the revolt was the unfair land revenue systems. തെറ്റായ ഭൂനികുതി നയങ്ങളാണ് ഈ കലാപങ്ങൾക്ക് കാരണമെന്ന് കമ്മീഷൻ കണ്ടെത്തി. കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗനെ നിയമിച്ചു. വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. To inquire about the revolts, British government appointed William Logan Commission. The commission pointed out that cause of the struggle was the unfair land revenue system of the British. ബ്രിട്ടീഷുകാരുടെ അൺഫെയർ ആയിട്ടുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റമാണ് ഇതിന് കാരണമെന്ന് കമ്മീഷൻ കണ്ടെത്തി. അടുത്തത് സാന്താൾ റിവോൾട്ട്, സാന്താൾ കലാപം. സാന്താൾ റിവോൾട്ട്, സാന്താൾ കലാപം. സാന്താൾ കലാപം. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ച ഗോത്ര ജനതയായിരുന്നു സാന്താൾമാർ. സാന്താൾസ് were tribe inhabited in the valleys of രാജ്മഹൽ hills. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ വസിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു സാന്താൾമാർ. Their means of livelihood were gathering forest produce, cattle rearing, hunting. വനവിഭവശേഖരണവും
കന്നുകാലി വളർത്തലും വേട്ടയാടലുമായിരുന്നു അവരുടെ വനവിഭവ ശേഖരണവും. വനവിഭവങ്ങൾ ശേഖരിക്കലും കന്നുകാലി വളർത്തലും വേട്ടയാടലുമായിരുന്നു അവരുടെ ഉപജീവന മാർഗം. സാന്താൾ റെബല്ലിയൻ. Gathering forest produce, cattle rearing and hunting were the major means of livelihood. അവരുടെ ഉപജീവന മാർഗം gathering forest produce, cattle rearing and hunting. Zamindars and money lenders. ജമീന്ദാർമാരും മണി ലെൻഡേഴ്സും seized their land. അവരുടെ ഭൂമി പിടിച്ചെടുത്തു. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ അവരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു, ജോലി ചെയ്യിപ്പിച്ചു. റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അവരെ അടിമകളെ പോലെ പണി ചെയ്യിപ്പിച്ചു. അപ്പോൾ അവർ സിദ്ധുവിൻ്റെയും കാനുവിൻ്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. അവർ കലാപം നടത്തി. പക്ഷേ ബ്രിട്ടീഷുകാർ ആയിരക്കണക്കിന് ആളുകൾ, സാന്താളുകൾ മരിച്ചു വീണു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവരെ അടിച്ചമർത്തി. ബ്രിട്ടീഷുകാർ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാർ ഇവരുടെ കലാപത്തെ അടിച്ചമർത്തി. Zamindars and moneylenders seized their lands. The British made them slaves for the work of railway lines. റെയിൽവേ ലൈനിന്റെ വർക്കിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അവിടെ സ്ലേവ്സ് ആക്കി, അടിമകളാക്കി. They started revolt under the leadership of സിദോ and കാനു. സിദോന്റെയും കാനുവിന്റെയും ലീഡർഷിപ്പിൽ അവര് റിവോൾട്ട് ആരംഭിച്ചു. Thousands of Sandals were killed. ആയിരക്കണക്കിന് സാന്താൾമാർ കൊല്ലപ്പെട്ടു. ഓക്കെ, അടുത്തത് കുറിച്യ റിവോൾട്ട് 1812. കുറിച്യ കലാപം, കുറിച്യർ കലാപം. അടുത്തത് കുറിച്യ കലാപം, കുറിച്യ റിവോൾട്ട്, കുറിച്യ റിവോൾട്ട്, കുറിച്യ കലാപം. കുറിച്യ ആൻഡ് കുറുംബ്ര ട്രൈബ്സ് ഓഫ് വയനാട്. കുറിച്യ റിവോൾട്ട് വാസ് ഓർഗനൈസ്ഡ് ബൈ കുറിച്യ ആൻഡ് കുറുംബ്ര ട്രൈബ്സ് ഇൻഹാബിറ്റഡ് ഇൻ വയനാട്. വയനാട്ടിൽ താമസിച്ചിരുന്ന വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുംബ്രരുമാണ് കലാപം നടത്തിയത് 1812. The revolt was organized by Kurichya and Kurumbra tribes of Wayanad in 1812. Excess tax by the British. The reasons were excess tax by the British. ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി. Tax was compelled to pay in cash. ഇത് ആദിവാസികളാണ്, അവർക്ക് എങ്ങനെ കാശ് ഉണ്ടാക്കാൻ പറ്റും? അവര് നികുതി പണമായി നൽകാൻ നിർബന്ധിച്ചു. The revolt was led by Rama Nambi. രാമൻ നമ്പിയാണ് കലാപം നയിച്ചത്. Other people also participated. ഈ ഗോത്രവർഗക്കാരല്ലാത്ത ജനങ്ങളും ഇതിൽ പങ്കെടുത്തു. They suppressed. The British suppressed. ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തി. And killed രാമൻ നമ്പിയെ വധിച്ചു കളഞ്ഞു. ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തി രാമൻ നമ്പിയെ കൊന്നുകളഞ്ഞു. ഇതിന് കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, കൃഷിഭൂമികൾ പിടിച്ചെടുത്തു. രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ് കലാപം നടന്നത്. മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. അന്നത്തെ സബ് കളക്ടർ പറഞ്ഞത്, TH ബേബർ പറഞ്ഞത്, 1 മാസം കൂടി അവർ പിടിച്ചു നിന്നാൽ
ഇന്ത്യ മുഴുവൻ, രാജ്യം മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലായെന്ന് പറഞ്ഞു. അത്രയും സ്ട്രോങ് ആയിട്ടായിരുന്നു അവർ ഫൈറ്റ് ചെയ്തിരുന്നത്. ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. അതിലൊന്നാമത്തെയാണ് ഡിക്ലൈൻ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, തുണി വ്യവസായത്തിൻ്റെ തകർച്ച. അതിലൊന്നാമത്തെയാണ് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയിൽ ഒന്നാമത്തെയാണ് തുണി വ്യവസായങ്ങളുടെ തകർച്ച. തുണി വ്യവസായങ്ങൾ തകരാൻ എന്താണ് കാരണം? ഇമ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ്, മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ്. ഒന്നാമത്തെ കാരണം ഇതാണ്. ഇവിടെ ഇന്ത്യയിൽ നെയ്ത്തുകാരാണ് ഡ്രസ്സ് ഉണ്ടാക്കിയത്. നെയ്ത്തുകാർ കൈകൊണ്ടൊക്കെയാണ്, കൈത്തറിയായിരുന്നു നെയ്ത്തുകാരുണ്ടാക്കിയിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്തു. ബ്രിട്ടീഷുകാർ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിന് നശിക്കാനുള്ള പ്രധാന കാരണം. ഇനി അതിന് വില കുറവായിരുന്നു. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായിട്ടുള്ള തുണിത്തരങ്ങൾ ചീപ്പായിരുന്നു. ദ ഇമ്പോർട്ടഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് വെയർ ചീപ്പ്. അത് ചീപ്പായിരുന്നു, വില കുറവായിരുന്നു. അനദർ മേജർ റീസൺ വാസ് ദ റെയിൽവേ, ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽവേ. എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് മൊത്തം ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പിന്നെ റോ മെറ്റീരിയൽസ് ഇല്ലാണ്ടായി. റെയിൽവേ, പിന്നെ എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. ഹയർ ടാക്സ്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഡ്രസ്സിന് അന്ന്, വസ്ത്രങ്ങൾക്ക് അന്ന് യൂറോപ്പിലും എല്ലായിടത്തും വൻ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് അവരൊരു ചതി കാണിച്ചു. ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ അവർ ഹയർ ടാക്സ് ഉണ്ടാക്കി, ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ പിന്നെ അതിന് വില കൂടിയപ്പോൾ ആൾക്കാർ വാങ്ങിക്കാതായി. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ടോർച്ചേർഡ്. ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ടോർച്ചർ ചെയ്തു, ടെക്സ്റ്റൈൽ വർക്കേഴ്സിനെ ടോർച്ചർ ചെയ്തു. സോ ദേ ഗേവ് അപ്പ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അതുകൊണ്ട് തുണി വ്യവസായം അവർ ഉപേക്ഷിച്ചു, മറ്റു ജോലികൾക്കൊക്കെ പോയി. അപ്പോൾ ഇവിടെ യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്തു. അതിന് വില കുറവായിരുന്നു. റെയിൽവേ വ്യാപകമായതും ഇതിന് തകർച്ചയ്ക്ക് കാരണമായി. പിന്നെ ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേലൊക്കെ അമിത നികുതി ചുമത്തി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉയർന്ന നികുതി ചുമത്തി. അപ്പോൾ ഇന്ത്യയിലത്തെ ഡ്രസ്സിന് വില കൂടിയപ്പോൾ ആരും വാങ്ങിക്കാതായി. പിന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണം, പീഡനം കാരണം നെയ്ത്ത് ജോലി ഉപേക്ഷിച്ചു. പലരും മറ്റു ജോലികൾ തേടിപ്പോയി. ഇതാണ് ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡിക്ലൈൻ ആവാനുള്ള കാരണം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഡിക്ലൈൻ ആവാനുള്ള കാരണം. അടുത്ത പോയിന്റ് ഡിക്ലൈൻ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസ്. വില്ലേജ് ഇൻഡസ്ട്രീസിന്റെ ഡിക്ലൈൻ ആവാനുള്ള കാരണം. പോട്ടറി, ഡിക്ലൈൻ ഓഫ് പോട്ടറി. അതിന് കാരണം ഇമ്പോർട്ട് ഓഫ് അലുമിനിയം വെസൽസ്. അലുമിനിയം വെസൽസ് ഇമ്പോർട്ട് ചെയ്തപ്പോൾ മൺപാത്ര വ്യവസായം തകർന്നു. അലുമിനിയം പോട്ടറീസ്. മൺപാത്ര നിർമ്മാണം തകരാനുള്ള കാരണം എന്താ? അലുമിനിയം പാത്രങ്ങൾ ഇറക്കുമതി. അലുമിനിയം പാത്രങ്ങൾ ഇറക്കുമതി ചെയ്തപ്പോൾ അലുമിനിയം വെസൽസ് ഇറക്കുമതി ചെയ്തപ്പോൾ പോട്ടറി ഇൻഡസ്ട്രി വാസ് ഡിസ്ട്രോയിഡ്. പിന്നെ ടാനിങ്, തുകൽ വ്യവസായം, തുകൽപ്പണി. തുകല് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി യൂറോപ്പിലേക്ക്. റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തു തുകല് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തു. എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്. പിന്നെ ഇവിടെ ലെതറിലുണ്ടായി. അപ്പോൾ അത് തകർന്നു, തുകൽ ഇൻഡസ്ട്രി തകർന്നു. കാർപ്പൻട്രി, മരപ്പണി, ആശാരിപ്പണി, ലോഹനിർമ്മിത യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആശാരിമാർക്ക്, മരപ്പണിക്കാർക്ക് പണിയില്ലാതെയായി. യൂസ് ഓഫ് മെഷീൻ മെയ്ഡ് മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മരത്തിന് ആവശ്യം കുറഞ്ഞു, മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി.
വീട് പണിക്കും ബിൽഡിങ്ങൊക്കെ പണിയാൻ വേണ്ടിയിട്ട് മരങ്ങൾ ഉപയോഗിച്ചില്ല, പിന്നെ മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മരപ്പണിക്കാർക്ക് പണിയില്ലാതായി. ടാനിങ്, എക്സ്പോർട്ട് ഓഫ് റോ ലെതർ, കാർപ്പൻട്രി, യൂസ് ഓഫ് മെഷീൻസ്, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രി. ഇതൊക്കെ അഗ്രികൾച്ചറിൻ്റെയും കരകൗശലത്തിൻ്റെയും ഡിക്ലൈന് കാരണമായി. ഇതിൻ്റെ ഫലമായിട്ട് ഫാമിൻ ആൻഡ് ഡെത്ത്, ക്ഷാമുണ്ടായി, മരണങ്ങളുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ട് ക്ഷാമവും ഭക്ഷ്യക്ഷാമം ഉണ്ടായി, മരണങ്ങളൊക്കെ ഉണ്ടായി. ലാക്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഓഫ് ഫാമിൻ ആൻഡ് ഡെത്ത്സ് ഉണ്ടായി. അതിന് ഫലമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷാമത്താൽ മരണമടഞ്ഞു. ഇന്ത്യ ക്ഷാമങ്ങളിലേക്കും പട്ടിണിയിലേക്കാണ് പോയത്. അതിന് ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ക്ഷാമം ഉണ്ടാക്കിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ്. ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയിലെ വർക്കേഴ്സ് ഫേസ് ചെയ്തുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്? പ്രൊലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, മീഗർ വേജസ്, അൺഹെൽത്തി അക്കോമഡേഷൻ. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഫാക്ടറികളിലൊക്കെ തൊഴിലാളികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ. പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മീഗർ വേജസ്, അൺഹെൽത്തി അക്കോമഡേഷൻ. ഇതായിരുന്നു അവരനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾ നാളെ തന്നെ കേൾപ്പിച്ചു തരണം. കേൾപ്പിക്കുമ്പോൾ ആദ്യം ഇത് കേൾപ്പിച്ചാലും ഓക്കെയാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആദ്യം കേൾപ്പിക്കുക. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസ്സേ. അതിന് ഓടിച്ചു വായിക്കുക. 7 മണിക്ക് പോണവരുണ്ട്, അതുകൊണ്ടൊന്ന് ഞാൻ ഓടിച്ചു വായിക്കാം. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. സ്റ്റാർട്ടഡ് ബൈ സെപ്പോയ്സ് ഓഫ് മീററ്റ്. മീററ്റിലെ ശിപ്പായികൾ, പട്ടാളക്കാരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പുവർ സാലറി ആൻഡ് അബ്യൂസ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. കുറഞ്ഞ ശമ്പളവും ബ്രിട്ടീഷ് ഓഫീസർമാരുടെ മോശമായ പെരുമാറ്റവുമാണ് ഇതിന് കാരണം. കാറ്റിഡ്സ് ഗ്രീസ്ഡ് വിത്ത് ഫാറ്റ് ഓഫ് കൗ ആൻഡ് പിഗ്. പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരട്ടിയ പുതിയ തിരകൾ, എൻഫീൽഡ് തോക്കിൽ ആ തിരകൾ ഉപയോഗിക്കാനായിട്ട് നിർബന്ധിച്ചു. അതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ദിസ് പ്രൊവോക്ഡ് ദ സോൾജേഴ്സ്. ഇത് പട്ടാളക്കാരെ പ്രകോപിപ്പിച്ചു. ഇറ്റ് വൂണ്ടഡ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മതവികാരങ്ങളെ ഇത് വ്രണപ്പെടുത്തി. അൺവില്ലിംഗ് സോൾജേഴ്സ് വർ പണിഷ്ഡ്. വിസമ്മതിച്ച പട്ടാളക്കാരെ ശിക്ഷിച്ചു. മംഗൾ പാണ്ഡെ ഷോട്ട് ആൻഡ് കിൽഡ് എ ബ്രിട്ടീഷ് ഓഫീസർ. മംഗൾ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു. ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഹാങ്ഡ്. മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊന്നു. അമീർ ഖാന്റെ സിനിമ ഉണ്ട് മംഗൾ പാണ്ഡെ, അതിതാണ് കഥ. കിങ്സ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ എക്സെട്ര പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. രാജാക്കന്മാരും കർഷകരും കരകൗശല വിദഗ്ധരൊക്കെ, കരകൗശല തൊഴിലാളികൾ ഈ കലാപത്തിൽ പങ്കുചേർന്നു. ത്രൂ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വർ അനക്സ്ഡ്. ദത്താവകാശ നിരോധന നയം തുടങ്ങിയ നയങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്തു. കിങ്സ് സപ്പോയ്സ് കോമൺ പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ്. ഇത് രാജാക്കന്മാർ ഈ കലാപം ഇത് നയിക്കാനായിട്ട് കാരണമായി. സോ കിങ്സ് ലെഡ് ദ റിവോൾട്ട്, സിപ്പോയ്സ് കോമൺ പീപ്പിൾ പാർട്ടിസിപ്പേറ്റഡ്. സിപ്പായികളും സാധാരണ ജനങ്ങളും ഇതിൽ, പട്ടാളക്കാരും സാധാരണ ജനങ്ങളും ഇതിൽ പങ്കെടുത്തു. ദേ അറ്റാക്ക്ഡ് ദ ബ്രിട്ടീഷ് ആൻഡ് മണി ലെൻഡേഴ്സ്. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും അവർ ആക്രമിച്ചു. ആൻഡ് സെറ്റ് ഫയർ ദെയർ അക്കൗണ്ട് ബുക്സ്. അവരുടെ അക്കൗണ്ട് പുസ്തകങ്ങളൊക്കെ അവർ തീയിട്ടു. സാലിയന്റ് ഫീച്ചർ വാസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഈ കലാപത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കെടുക്കലായിരുന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു ഇതിന്റെ ഒരു ശക്തമായ പ്രത്യേകത. ഇതിന്റെ ഒരു സാലിയന്റ് ഫീച്ചർ ഓഫ് ദിസ് റിവോൾട്ട് വാസ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യമായിരുന്നു. ആ സ്പിരിറ്റ് ഓഫ് കോഓപ്പറേഷൻ എക്സിസ്റ്റഡ്. ഒരു സഹകരണ മനോഭാവം നിലനിന്നിരുന്നു. They captured Delhi. Rioters captured Delhi. കലാപക്കാർ ഡൽഹി പിടിച്ചെടുത്തു. ഡിക്ലെയർഡ് ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു.
ഡൽഹിയിൽ ബഹാദൂർ ഷാ സെക്കൻഡ് ലെഡ് ദ റിവോൾട്ട്. ഡൽഹിയിൽ നയിച്ചത് ബഹാദൂർ ഷാ സെക്കൻഡ് ആണ്. ഝാൻസിയിൽ ലക്ഷ്മിബായി, ലക്നോയില് ഹസ്രം ബീഗം ഹസ്രത് മഹൽ അവരാണ് ലക്നോയിൽ നയിച്ചത്. കാൺപൂരിലെ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പി. ഫൈസാബാദിലെ മൗലവി ആരായിരുന്നു? മൗലവി അഹമ്മദുള്ള, അങ്ങനൊരു മൗലവി ആയിരുന്നു. മൗലവി അഹമ്മദുള്ള ആളാണ് ഫൈസാബാദിലെ. ബട്ട് ദ ബ്രിട്ടീഷ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. ബ്രിട്ടീഷുകാർ പൂർണ്ണമായി അടിച്ചമർത്തി. ബട്ട് ദിസ് വാസ് ദ ഫോർമോസ്റ്റ് ആൻഡ് മാസീവ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വൻ ഒരു വ്യാപകമായതുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ പ്രതിരോധമായിരുന്നു, ചെറുത്തുനിൽപ്പായിരുന്നു ഇത്. ദിസ് ബ്രോട്ട് അബൌട്ട് സെവറൽ ചേഞ്ചസ് ഇൻ ബ്രിട്ടീഷ് പോളിസീസ്. ഇത് ബ്രിട്ടീഷുകാരുടെ നയങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. ബ്രിട്ടീഷ് പാർലമെന്റ് ടുക്ക് ഓവർ ഇന്ത്യ ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യൻ ഭരണം ഏറ്റെടുത്തു. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റം. ഇതുവരെയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഇനി എക്സാം ഉള്ളവർക്ക് ലെഫ്റ്റ് ആവാം. ഞാൻ ഇതൊന്നുകൂടി പറയാം, നിങ്ങളിത് പിന്നെ കണ്ടാൽ മതി. എക്സാം ഉള്ളവർക്ക് ലെഫ്റ്റ് ആവാം. ഞാൻ ഈ അവസാനത്തെ ഒന്നുകൂടി പറയാം. ഞാൻ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയതാണ്. പരീക്ഷയുള്ളവർക്ക് വേണ്ടി ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയതാണ്. ഇതുവരെ ഓക്കെ ആയിരുന്നില്ലേ? ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഒരു 5 മിനിറ്റ്സ് കൂടി ഉണ്ടാവും. ഒരു 5 മിനിറ്റ്സ് കൂടി ഉണ്ടാവും. അവസാനത്തെ ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. പിന്നെ ഞാൻ ഇത് PDF ആക്കി ഇട്ട് തരാം. ഇതുവരെയൊക്കെ ഓക്കെ ആയിരുന്നില്ലേ? വോയിസും സ്ക്രീനൊക്കെ ഓക്കെ ആയിരുന്നില്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആ അവസാനത്തെ ഒന്നുകൂടിയും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതൊന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടാ. ഞാൻ മലയാളത്തിലൊന്ന് പറയാം. മലയാളം നോട്ട് ഞാൻ നാളെ ഇട്ട് തരാം. നാളെ ഇന്ന് പറ്റിയെങ്കിൽ ഇന്ന് ഇട്ടുതരാം, അല്ലെങ്കിൽ നാളെ ഇട്ട് തരാം. നാളെ തന്നെ ഇതെല്ലാം നിങ്ങൾ കേൾപ്പിക്കണം. ആ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്. ഫസ്റ്റ് പോയിന്റ് കേട്ടാ. മീററ്റിലെ ശിപ്പായിമാരാണ് തുടക്കം കുറിച്ചത്. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ അവഹേളനവും, അവരിൽ നേരിട്ട അവഹേളനവുമായിരുന്നു ഇവരുടെ അസംതൃപ്തിക്ക് കാരണം. തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ അവഹേളനം. സൈനികർക്ക് പുതുതായിട്ടൊരു തോക്ക് നൽകി, എൻഫീൽഡ് തോക്ക്. അതിലുപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്നൊരു പ്രചാരണം ഇതവരെ പ്രകോപിപ്പിച്ചു. പുതിയ തോക്കിൻ്റെ പേര് എൻഫീൽഡ് തോക്ക്. അതിലുപയോഗിക്കുന്ന ഉണ്ട, തിര എന്ന് പറഞ്ഞാൽ ഉണ്ട, ആ ഉണ്ടയുടെ മുകളിൽ ഒരു കൊഴുപ്പ് പരട്ടിയിട്ടുണ്ട്. ആ കൊഴുപ്പ് ഉണ്ടാക്കുന്നത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ആ ഉണ്ടയുടെ മുകളിൽ. അന്നത്തെ പോലെ ഇന്നല്ല. അന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തോക്ക് വലിയ തോക്കാണ്, എൻഫീൽഡ് തോക്ക്. അപ്പോൾ ഈ ഉണ്ട പൊതിഞ്ഞിട്ടുള്ള കടലാസ് അത് കടിച്ചു തുറക്കണം. കടിച്ചിട്ട് ഉണ്ട അതിൽ തോക്കിലിട്ടിട്ട് വേണം. അപ്പം അത് വായിലാവും. അപ്പോൾ വായിൽ പോകുമ്പോൾ പശു ഹിന്ദുക്കൾക്ക് ഹറാമാണ്, പന്നി മുസ്ലിങ്ങൾക്കും ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദു മുസ്ലിം സൈനികരുടെ മതവികാരത്തെ ഇത് വ്രണപ്പെടുത്തി. വിസമ്മതിച്ച ശിപ്പായിമാരെ, പട്ടാളക്കാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ നേരെ വെടിയുതിർത്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊന്നു. മംഗൾ പാണ്ഡെയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം
അമീർ ഖാൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെ ക്യാരക്ടറാക്കിയിട്ട്. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിവർ യുദ്ധത്തിൽ പങ്കാളികളായി, കലാപത്തിൽ പങ്കാളികളായി. ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കും ഒപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ചു. കണക്ക് പുസ്തകങ്ങളൊക്കെ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്തു. കലാപകാരികൾ ബഹാദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ ബഹാദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിലെ റാണി ലക്ഷ്മിബായി, ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിലെ നാനാ സാഹിബ് താന്തിയ തോപ്പി, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള. അത് പഠിക്കണം കേട്ടാ. മേച്ച് ദ ഫോളോയിങ് വരാം, അല്ലെ എസ്സേയിൽ വരാം. ഇതാണ് ബംഗാളിലെ പട്ടിണിയുടെ ചിത്രം. ആഫ്രിക്ക ഒന്നല്ല, അത് ഇന്ത്യയാണ്. അന്നത്തെ ഇന്ത്യയാണ്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യയിലത്തെ അവസ്ഥയാണത്. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. എങ്കിലും ഇന്ത്യയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു ഇത്. ബ്രിട്ടീഷും നയത്തിലും ഭരണത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഞാൻ പോയിന്റ് ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. The revolt was started by sepoys of Meerut. മീററ്റിലെ പട്ടാളക്കാരാണ് തുടങ്ങിയത്. Poor salary and abuse of British officers were the reasons for their dissatisfaction. അവരുടെ ഡിസാറ്റിസ്ഫാക്ഷന് കാരണം poor സാലറിയും അബ്യൂസ് ഓഫ് ബ്രിട്ടീഷ് ഓഫീസേഴ്സുമായിരുന്നു. മോശമായ ശമ്പളവും ബ്രിട്ടീഷുകാരുടെ അവഹേളനവുമായിരുന്നു. ഇൻ എൻഫീൽഡ് ഗൺ cartridges were greased with fat of cow and pig. എൻഫീൽഡ് തോക്കില് കാട്രിഡ്ജ്, അതിൻ്റെ ഉണ്ട അതിൻ്റെ ഗ്രീസ് ചെയ്തിരുന്നു. അതിൻ്റെ മുകളിൽ കൊഴുപ്പ് പുരട്ടിയിരുന്നു. ഫാറ്റ് ഓഫ് കൗ ആൻഡ് പിഗ്. ദിസ് പ്രൊവോക്ക്ഡ് ദ സോൾജേഴ്സ്. ഇത് പട്ടാളക്കാരെ പ്രകോപിപ്പിച്ചു, ദേഷ്യം പിടിപ്പിച്ചു. ഇറ്റ് wounded the religious sentiments of Hindus and Muslim soldiers. ഹിന്ദു മുസ്ലിം പട്ടാളക്കാരുടെ മതവികാരങ്ങളെ ഇത് വ്രണപ്പെടുത്തി. അൺവില്ലിംഗ് സോൾജേഴ്സ് were punished. വിസമ്മതിച്ച പട്ടാളക്കാരെ ശിക്ഷിച്ചു. മംഗൾ പാണ്ഡെ ഷോട്ട് എ ബ്രിട്ടീഷ് ഓഫീസർ. മംഗൾ പാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഓഫീസറെ വെടിവെച്ചു. ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഹാങ്ഡ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, തൂക്കിക്കൊന്നു. കിങ്സ് ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റിവോൾട്ട്. രാജാക്കന്മാരും കർഷകരും കരകൗശല തൊഴിലാളികളും പങ്കെടുത്തു. ത്രൂ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് മെനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് were annexed. ദത്താവകാശ നിരോധന നയത്തിലൂടെ ധാരാളം നാട്ടുരാജ്യങ്ങളെ പറഞ്ഞു. രണ്ട് ഉപയോഗങ്ങൾ, വൈദ്യുത വിശ്ലേഷണത്തിന്റെ ഉപയോഗങ്ങൾ ചോദിച്ചാൽ ഇലക്ട്രോപ്ലേറ്റിങ്ങിന്റെ യൂസസ്. ഇലക്ട്രോപ്ലേറ്റിംഗ് വൈദ്യുത ലേപനവും ലോഹ നിർമ്മാണം, അലോഹ നിർമ്മാണം, സംയുക്തങ്ങളുടെ നിർമ്മാണം, ലോഹങ്ങളുടെ നിർമ്മാണം, വൈദ്യുത ലേപനം. അതന്നെ. ഓക്കെ ശരി. അപ്പോ they attacked, the raiders attacked British and moneylenders and set fire their account books. കലാപകാരികൾ ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ചു, അവരുടെ കണക്ക് പുസ്തകങ്ങൾ തീയിട്ടു.
സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ റിവോൾട്സ് വാസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻ. കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു ഇതിൻ്റെ പ്രധാന സവിശേഷത. ഹിന്ദു മുസ്ലിം യൂണിറ്റി വേർ ദ സ്ട്രോങ് ഫീച്ചർ. ശക്തമായിട്ടുള്ള ഒരു അടിത്തറ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു. ഹിന്ദു മുസ്ലിം യൂണിറ്റി the real strength of the rebellion was the Hindu Muslim unity. ഹിന്ദു മുസ്ലിം യൂണിറ്റി ആയിരുന്നു അതിൻ്റെ റിയൽ സ്ട്രെങ്ത്. ആ സ്പിരിറ്റ് ഓഫ് കോഓപ്പറേഷൻ എക്സിസ്റ്റഡ്. ഒരു പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ദ റൈറ്റേഴ്സ് ക്യാപ്ചർഡ് ഡൽഹി. കലാപകാരികൾ ഡൽഹി പിടിച്ചെടുത്തു. ദ ഡിക്ലെയർഡ് ബഹാദൂർ ഷാ സെക്കൻഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. അവർ ബഹാദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ ബഹാദൂർ ഷാ രണ്ടാമനാണ്. ബഹാദൂർ ഷാ സെക്കൻഡ് ലെഡ് റിവോൾട്ട് ഇൻ ഡൽഹി. റാണി ലക്ഷ്മിബായി ലെഡ് ഇൻ ഝാൻസി. ബീഗം ഹസ്രത് മഹൽ ലെഡ് ഇൻ ലക്നോ. നാനാ സാഹബ് ആൻഡ് താന്തിയ തോപ്പി ലെഡ് ഇൻ കാൺപൂർ. മൗലവി അഹമ്മദുള്ള ലെഡ് ഇൻ ഫൈസാബാദ്. ഇവിടേക്ക് ഇവരാണ് നയിച്ചിരുന്നത്. ഡൽഹിയിൽ ബഹാദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി, ലക്നൌവിൽ നാനാ സാഹബ് ആൻഡ് താന്തിയ തോപ്പി, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, കാൺപൂരിൽ നാനാ സാഹബ് ആൻഡ് താന്തിയ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ദ ബ്രിട്ടീഷ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ് ദ റിവോൾട്ട്. അവർ പൂർണ്ണമായി കലാപത്തെ അടിച്ചമർത്തി. ബട്ട് ഇറ്റ് വാസ് ദ ഫോർമോസ്റ്റ് ആൻഡ് മാസീവ് റെസിസ്റ്റൻസ്. ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മഹത്തായ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപം. സെവറൽ ചേഞ്ചസ് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ്. ദിസ് ബ്രോട്ട് അബൌട്ട് സെവറൽ ചേഞ്ചസ് ഇൻ ബ്രിട്ടീഷ് പോളിസീസ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലും നയത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടായി. ദ ബ്രിട്ടീഷ് പാർലമെന്റ് ടുക്ക് ഓവർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഫ്രം ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ തന്നെ ഇതിൻ്റെ നോട്ട്സ്